അരുൺ സോളമനിലേക്കാണ്. കോട്ടയം മണ്ഡലത്തിലെ പഞ്ചായത്ത് ശിശുവിഹാർ 118 നമ്പർ ബൂത്തിലാണ് അരുൺ സോളമനുള്ളത്. അരുൺ, എന്താണ് ആ ബൂത്തിൽ കാണാനാകുന്നത്? നീണ്ട നിരയുണ്ടോ? സ്മൃതി, നിലവിൽ ജില്ലയിൽ 33% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് കോട്ടയം മണ്ഡലത്തിലാണ്. ഇവിടെ ഇപ്പോൾ നഗരസഭയോട് ചേർന്നുള്ള പഞ്ചായത്ത് ശിശുവിഹാർ എന്ന് പറയുന്ന 118ാമത് ബൂത്തിലാണ് ഞാനുള്ളത്. ഇവിടെ നല്ല തിരക്ക്, നല്ല തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിലവിൽ കോട്ടയം മണ്ഡലം പരിശോധിക്കുമ്പോൾ തന്നെ VN വാസവൻ സിറ്റിംഗ് MLA ആയിരുന്ന സ്ഥലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മണ്ഡലം 711 വോട്ടുകൾക്ക് പിടിച്ചെടുത്ത് 1.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ തന്നെ ശ്രദ്ധേയമായ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ അഡ്വക്കേറ്റ് K അനിൽകുമാറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. വികസനം പറഞ്ഞു തന്നെയാണ് ഇരു മുന്നണികളും നിലവിൽ രംഗത്തുള്ളത്. എന്തായാലും നിലവിൽ ഏറെക്കാലമായ സ്വപ്ന പദ്ധതിയായിരുന്ന ആകാശപാത, ആ പദ്ധതി ഈ ഒരു ഘട്ടത്തിൽ UDFിൻ്റെ വിജയം, അതിനപ്പുറം ഡിസംബറോടുകൂടി ആ പദ്ധതി പൂർത്തിയാക്കുക ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും മണ്ഡലത്തിൽ വളരെ സജീവമായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അഡ്വക്കേറ്റ് K അനിൽകുമാറും കാഴ്ചവെക്കുകയാണ്. പ്രധാനമായിട്ടും സാമൂഹ്യ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഊന്നി നിന്നുകൊണ്ടാണ് LDFും നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ ഓരോ ചെറിയ ബൂത്തുകളാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഈ ഒരു അങ്കണവാടി ചുറ്റുപാടിൽ ഇപ്പോൾ ജനങ്ങൾ വെയിലത്ത് ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ NDA സ്ഥാനാർത്ഥിയായാലും P അനിൽകുമാറാണ്. പക്ഷേ ഇവിടെ നിലവിലൊരു കാഴ്ച, തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ LDFും UDFും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. അനിൽകുമാറുമാരും ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത്. അവിടെ ശിശുവിഹാർ 118 നമ്പർ ബൂത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ സോളമൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.